ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു നെയിം ആർട്സ് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അറൈറ്റ് മോഷൻ ആണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട നെയിം ആർട്സ്, അതായത് പേര് വരുന്ന വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അറൈറ്റ് മോഷൻ ആണ്. നമുക്ക് ഇതിനകത്ത് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നെയിം മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് എല്ലാം ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് 4 ലെറ്റർ ഉള്ള ഫോണ്ടാണ്, നെയിമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേരാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് 5 ലെറ്റർ ആണെങ്കിലും 6 ലെറ്റർ ആണെങ്കിലും 2 ടെക്സ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാം. 17-ാം തീയതി ഫുൾ പ്രൊജക്റ്റ് ലിങ്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് പ്രിവ്യൂ കണ്ടിരിക്കുന്ന ഫുൾ പ്രൊജക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. 17-ാം തീയതിയിൽ ഫുൾ പ്രൊജക്റ്റ്. ആ ലിങ്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇത് 3D കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 3Dയിലായിരിക്കും കാണുന്നത്. സൈഡിൽ ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്യുക. ഇവിടെ നമുക്ക് ഓരോ ലെറ്ററായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് 4 ലെറ്റർ എന്നുള്ള അതിന് 4 പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 5 ലെറ്റർ 6 ലെറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് ആദ്യം കൊടുത്തിരിക്കുന്ന 5 ലെയർ മുകളിലോട്ട് നോക്കുക. 5 ലെയർ കാണുക. 5 ലെയർ കാണുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടാണ്. ഈ താഴെ കൊടുത്തിരിക്കുന്ന എ എന്ന് പറയുന്നതിരിക്കുന്ന സർക്കിളിന് താഴെ കാണുന്നുണ്ടല്ലോ, ഇതുപോലെ തന്നെ നോക്കുക. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലും കൊടുത്തിട്ടുണ്ട്. 5 ലെയറിനകത്ത് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് വരുന്ന, അതായത് ലെറ്റർ വരുന്ന ആ ഫോൾഡർ സെലക്ട് വെക്കുക. കാണുന്നുണ്ടല്ലോ. ഇതിനകത്തൊക്കെ അത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ റൈറ്റ് സൈഡായിട്ട് വീണ്ടും നമ്മൾ 4-ാമത്തെ പാർട്ടിനകത്തും 5 ലെയറിനകത്ത് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന റെഡ് കളർ നോക്കുക. അത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു ലോങ് ആയിട്ട് ഫുൾ നെയിം എഴുതാനുള്ളതും ഇതും അതുപോലെ തന്നെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന പേര് കൊടുക്കുന്ന സ്ഥലങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെ പറഞ്ഞു തരാം. മുകളിൽ നിന്ന് 5-ാമത് കൊടുത്തിരിക്കുന്ന, അത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കഴിഞ്ഞ് വരുന്ന ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. ലെയർ സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. എടുത്ത ശേഷം വീണ്ടും ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കാൻ നേരത്ത് ഈ മുകളിൽ എ എന്ന് കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ. താഴെയല്ല, മുകളിൽ കൊടുത്ത് എ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. നമ്മൾ എ എന്ന് മാറ്റിയ ശേഷം നമ്മൾ ചെയ്യുന്ന ആളുടെ പേര് കറക്റ്റായിട്ട് എത്ര ലെറ്റർ ഉണ്ടെന്ന് നോക്കുക. അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം ഇപ്പോൾ 2 ലെറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ സെലക്ട് ചെയ്ത് അതിനുശേഷം ഡബിൾ എന്ന് കൊടുക്കുന്നു, എന്ന് കൊടുക്കുന്നു. ഡബിൾ ഇ കൊടുത്തിട്ടുണ്ടല്ലോ. അതിനുശേഷം ബാക്ക് അടിച്ചാൽ മാത്രം മതി. നമുക്ക് ആദ്യത്തെ പാർട്ടിനകത്ത് ആദ്യത്തെ എന്നുള്ള അക്ഷരം തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. 4 പാർട്ടായിട്ടാണ്, ഓരോ റെഡ് ലൈനകത്ത് ഓരോ പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ ബാക്കിയും ചെയ്യുക. 3 ലെറ്റർ ആണെങ്കിൽ ഇതുപോലെ തന്നെ കൊടുക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ. സെക്കൻഡും ഇതുപോലെ തന്നെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. അടുത്ത സെക്ഷനകത്തും ഇതുപോലെ തന്നെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. വീണ്ടും ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ഉണ്ട്. ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. അതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മളിവിടെയും പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ലെറ്റർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ PA എന്ന് കൊടുക്കുന്നു. ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് അടിക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ബാക്ക് അടിക്കാൻ നേരത്ത് നമുക്ക് അവിടെ നെയിം PA എന്നുള്ള കാണാൻ സാധിക്കുന്നതായിരിക്കും. കാണുന്നുണ്ടല്ലോ. ലാസ്റ്റ് പാർട്ടുണ്ട്. ലാസ്റ്റ് പാർട്ടിൽ നമുക്ക് ഇവിടെ ഫുൾ നെയിം എഴുതേണ്ട സ്ഥലമുണ്ട്. ലാസ്റ്റ് പാർട്ട് 9 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളത്. 9 സെക്കൻഡ് 21 മില്ലി സെക്കൻഡിന് ശേഷമാണ് ഫുൾ നെയിം എഴുതിയിരിക്കുന്നത്. അത് താഴെയായിട്ട് ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന റെഡ് ലൈനിൽ ലെയർ ക്ലിക്ക് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന കാണുന്നുണ്ടല്ലോ, ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന റെഡ് ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഫുൾ നെയിം എഴുതി കൊടുത്താൽ മാത്രം മതി. ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. അതിനുശേഷം വീണ്ടും എല്ലാം ചെയ്യുന്നത് സെയിം ആണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന അനിൽ എന്ന് പറയുന്ന ഫോൾഡർ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ലെയർ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെക്സ്റ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേര് ഫുള്ളായിട്ട്
എഴുതി കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ. ഇനി വീഡിയോ HD ക്വാളിറ്റിയിൽ വീഡിയോ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുകൂടി പറഞ്ഞുതരാം. ഫുൾ നെയിം കാണുന്നുണ്ടല്ലോ, ഇതുപോലെ ലഭിക്കുന്നതാണ്. അതിനുശേഷം സേവ് ചെയ്യാണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.